നമസ്കാരം, വെൽക്കം ബാക്ക് ടു അമൃത്. അപ്പോൾ ഇന്ന് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. ഞങ്ങൾ 2 വർഷത്തിന് ശേഷം നാട്ടിലേക്ക് പോവാണ് കേട്ടോ. കൊറോണേൻ്റെ ഇതൊക്കെ ഒന്നുണ്ട് ഒതുങ്ങി എല്ലാം നോർമൽ ആയിക്കൊണ്ടിരിക്കുന്നു. സൗദി അറേബ്യയിൽ ഫ്ലൈറ്റ്സൊക്കെ ഓപ്പൺ ആക്കിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു സമയം തന്നെ നമുക്ക് പോകാനായിട്ട് സാധിച്ചു. അപ്പോൾ ആദ്യം തന്നെ PCR ടെസ്റ്റ് എടുക്കണം. 72 hours നെഗറ്റീവ് റിസൾട്ട് വേണം. അപ്പോൾ അങ്ങനെ നമ്മൾ അൽ അബീറിലാണ് PCR ടെസ്റ്റ് എടുക്കാനായിട്ട് വന്നിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ന്യൂക്കുട്ടി ഭയങ്കര ടെൻഷനിലാണ്. മൂക്കിലൊക്കെ ഇങ്ങനെ കുത്തുന്നൊക്കെ പറഞ്ഞപ്പോൾ ആ ഒരു ടെൻഷനിൽ ഇരിക്കുകയാണ്. മക്കൾക്കും എല്ലാം നമ്മൾ PCR ടെസ്റ്റ് എടുക്കണം. അങ്ങനെ പിള്ളേർക്കൊക്കെ എടുക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടാണ് ആദ്യം, ഫസ്റ്റ് ടൈം ആയതുകൊണ്ട്. പക്ഷേ നെക്സ്റ്റ് ടൈം ആകുമ്പോഴേക്കും അവൾ ഓക്കെ ആയിരുന്നു കേട്ടോ ന്യൂക്കുട്ടി. പിന്നെ വേദോട്ടം പിന്നെ എപ്പോഴും കരയുണ്ടായിരുന്നു, എന്നാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മുടെ PCR ടെസ്റ്റൊക്കെ എടുത്തു. പിറ്റേ ദിവസം തന്നെ നമുക്ക് നെഗറ്റീവ് റിസൾട്ട് കിട്ടി. പിന്നെ ഇത് കുറച്ച് പാക്കിംഗ് ഒക്കെയാണ്. പെട്ടെന്നായിരുന്നു ഞങ്ങളുടെ യാത്ര തീരുമാനിച്ചത്. അത് കാരണം കുറച്ചൊക്കെ ഞങ്ങൾ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അങ്ങനെ നമ്മൾ എയർപോർട്ടിലേക്ക് പോവുകയാണ്. ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം വേദൂട്ടിനെയൊക്കെ ഓർമ്മ വെച്ചതിന് ശേഷം ഇത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ എയറോപ്ലെയിനൊക്കെ ഇപ്പോൾ കാണുമ്പോൾ അവന് ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. എയറോപ്ലെയിനിൽ കയറാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് നാട്ടിലേക്ക് പോവാണ്. നാടെന്ന് പറയുമ്പോൾ അവൻ എന്താണെന്നൊന്നും വലിയ അറിവൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും അങ്ങനെ ഞങ്ങൾ പോവുകയാണ്. എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഞങ്ങളെ ഡ്രോപ്പ് ചെയ്യാനായിട്ട് പ്രതീക്ഷേട്ടനും സമീറയ്ക്കുമാണ് വന്നത്. അപ്പോൾ അങ്ങനെ ഞങ്ങളെ ലഗേജസൊക്കെ ട്രോളിയിലേക്ക് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഒരു സെൽഫിയൊക്കെ എടുത്ത് ഇനി ഉള്ളിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട്. ഞങ്ങൾ ഇപ്രാവശ്യം പോകുന്നത് ഖത്തർ എയർവേസിലാണ്. ദോഹയിൽ ഞങ്ങൾക്ക് 2 മണിക്കൂർ വെയിറ്റിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കൗണ്ടറൊക്കെ ഓപ്പൺ ആണ്. അപ്പോൾ ഇനി നമുക്ക് ബോർഡിംഗ് പാസ് എടുക്കാനായിട്ട് പോവാം. അപ്പം എൻട്രൻസിൽ തന്നെ അവർ നമ്മുടെ 72 hours നെഗറ്റീവ് PCR ടെസ്റ്റിൻ്റെ റിസൾട്ട് നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ മുഖീം രജിസ്ട്രേഷൻ, എക്സിറ്റ് റീ എൻട്രി, പിന്നെ നമ്മളെ തവക്കലിനിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസും നോക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ ബോർഡിംഗ് പാസിനായിട്ട് പോവാണ്. നമ്മളിവിടെ ഒരു 12 മണിയൊക്കെ ആയപ്പോഴേക്കും എത്തിയിട്ടുണ്ടായിരുന്നു. ഫ്ലൈറ്റ് ഞങ്ങൾക്ക് 4:30-ക്കാണ്. അപ്പം പിള്ളേർ പോപ്പിറ്റൊക്കെ വെച്ച് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ കുറച്ച് വെയിറ്റിംഗൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടിയിട്ടുണ്ട്. നമ്മുടെ സ്ക്രീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നേരെ നമ്മുടെ ഗേറ്റ്സും ഓപ്പൺ ആണ്. അപ്പോൾ അവിടെ പോയി ഇരിക്കാനായിട്ട് പോവാണ് കേട്ടോ. അപ്പം സ്ക്രീനിങ് കഴിഞ്ഞിട്ടുള്ള ഒരു പാക്കപ്പാണ് ഈ ഒരു സമയം. അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇവിടെ ഡ്യൂട്ടി ഫ്രീ, ദമാം ഡ്യൂട്ടി ഫ്രീ. അപ്പം അതിൻ്റെ ഉള്ളിലേക്ക് പോയാൽ പിന്നെ മക്കൾക്കൊക്കെ ഓരോന്നും വേണം. അങ്ങനെ വേദോട്ടിന് എന്തൊക്കെയോ വേണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ അവിടുത്തെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ വേദോട്ടിൻ്റെ ഒരു കുഞ്ഞ് പർച്ചേസ് ഇവിടെ കഴിഞ്ഞു. ആൾ ഭയങ്കര ഹാപ്പിയാണ്. അങ്ങനെ നമ്മളിനി സമയം ഇഷ്ടംപോലെ ഉണ്ട്. ഇനി എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചിങ്ങനെ നടക്കുകയാണ് കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ ഗേറ്റിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു 3 hours സ്പെൻഡ് ചെയ്യാനുണ്ട്. ഈ ഒരു ഏരിയ നല്ലൊരു ഭംഗിയുള്ളൊരു സ്ഥലമായിരുന്നു കേട്ടോ. ഫ്ലൈറ്റ്സ് ഇങ്ങനെ പോകുന്നതൊക്കെ നമുക്ക് കാണാം. അത് കാരണം തന്നെ അധികം അങ്ങോട്ട് ബോറടിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ ഒരു വഴി ആയേനെ, കുട്ടികളൊക്കെ വല്ലാണ്ട് ബോറടിച്ച് പോയേനെ. ഇനി ഇവിടെ ഇരുന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. അതുപോലെ തന്നെ ലഞ്ചിന് ഞങ്ങൾ ഷവർമയായിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. നേരത്തെ ഇറങ്ങിയത് കാരണം ഷവർമ വാങ്ങിയിട്ടാണ് വന്നത്. അപ്പം അതെല്ലാം കഴിച്ചു. അങ്ങനെ നമ്മൾ ഒരു 3-4 മണിക്കൂർ അങ്ങോട്ട് നീക്കി. അങ്ങനെ കാത്തിരുന്ന് 4:30 ആയി. 4:30 ആയിട്ടും ഫ്ലൈറ്റൊന്നും കാണുന്നില്ല. അങ്ങനെ 2 മണിക്കൂർ ഡിലേ ആയിരുന്നു കേട്ടോ നമ്മുടെ ഫ്ലൈറ്റ് അവസാനം ഒരു 6:30 ആയപ്പോൾ എത്തി. അപ്പോഴാണ് സമാധാനമായത്. കാരണം തിരിച്ചു പോകേണ്ടി വരുമോ, ഫ്ലൈറ്റ് ക്യാൻസൽ ആവുമോ, അങ്ങനെ പല ചിന്തകളൊക്കെ ആയിരുന്നു മനസ്സിൽ. എന്തായാലും ഫ്ലൈറ്റ് എത്തിയിട്ടുണ്ട്. ഇനി ഒരു അരമണിക്കൂറും കൂടി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലൈറ്റിൽ കയറാം. ഈ ഒരു അരമണിക്കൂറിൻ്റെ ഉള്ളിൽ അവിടെ ക്ലീനിങ്ങും സാനിറ്റൈസിങ്ങും കാര്യങ്ങളൊക്കെ ആണ് ഇപ്പോഴത്തെ ഈ ഒരു സിറ്റുവേഷൻ കാരണം, കോവിഡ് സിറ്റുവേഷൻ കാരണം. അങ്ങനെ ഇനി നമ്മൾ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ് കേട്ടോ. അപ്പോൾ നമ്മളിതാ കയറിയിട്ടുണ്ട്. അപ്പോൾ കയറി ഉടനെ തന്നെ കുട്ടികൾക്കുള്ള ചെറിയൊരു ഗിഫ്റ്റൊക്കെയാണ് അവർ കൊണ്ടു കൊടുത്തത്. അപ്പം ഡബിൾ ഹാപ്പിയായി പിള്ളേർ. ഇനിയിപ്പോൾ അത് പൊളിച്ചു കൊടുക്കണ തിരക്കൊക്കെയാണ്. അതുപോലെ തന്നെ എല്ലാ സീറ്റിലും നമുക്കൊരു പ്രൊട്ടക്റ്റീവ് കിറ്റ് ഉണ്ട്. അപ്പോൾ ഈ ഒരു കിറ്റിൻ്റെ അകത്ത് ഒരു മാസ്ക് ഉണ്ട്, ഗ്ലൗസ് ഉണ്ട്, അതേപോലെ തന്നെ ഒരു ചെറിയ സാനിറ്റൈസർ ഉണ്ട് കേട്ടോ.
അപ്പോൾ അതാ നമ്മൾ ദമാമെന്ന് സ്റ്റാർട്ടായിട്ടുണ്ട്. കുട്ടികളൊക്കെ അതാ കാർട്ടൂണൊക്കെ കണ്ട് ഒന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. ഇനി നമ്മളിതാ ദോഹയിലെത്തിയിട്ട് ബാക്കിയുള്ള വിശേഷങ്ങൾ കാണാം. അപ്പോൾ നമ്മളിതാ ദോഹയിലെത്തിയിട്ടുണ്ട്. എന്തായാലും അവിടുന്ന് ഒരു 2 മണിക്കൂർ ഡിലേ ആയത് കാരണം ഇവിടെ ഞങ്ങൾക്ക് 2 മണിക്കൂർ വെയിറ്റിങ്ങിന് ഇരിക്കേണ്ടി വന്നില്ല. നേരെ തന്നെ ഫ്ലൈറ്റിലേക്ക് കയറുകയാണ്. ഇവിടുന്ന് ഒരു 15 മിനിറ്റ്സ് വാക്ക് ഉണ്ട് കേട്ടോ. ഞങ്ങൾ നടക്കുന്നില്ലായിരുന്നു, സത്യം പറഞ്ഞാൽ ഓടുമായിരുന്നു. അവസാനമൊക്കെ ആയപ്പോൾ ലാസ്റ്റ് കോൾ ആയിട്ടുണ്ടായിരുന്നു ഫ്ലൈറ്റിൻ്റെ. അങ്ങനെ നമുക്ക് എന്തായാലും ഫ്ലൈറ്റ് മിസ്സാവാണ്ട് ഫ്ലൈറ്റിലേക്കൊക്കെ ഒന്ന് കയറാനായിട്ട് പറ്റി. ദോഹ എയർപോർട്ടാണ്, ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു എയർപോർട്ടാണ്, വലിയ എയർപോർട്ടാണ് കേട്ടോ. അപ്പം കൂടുതൽ കാഴ്ചകളൊന്നും വീഡിയോസൊന്നും എടുത്തിട്ടില്ല. നമ്മൾ പോകുന്ന ഒരു കുറച്ച് വഴി ഒക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കത് കാണാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത ഫ്ലൈറ്റ് ദോഹ ടു കോഴിക്കോടാണ്. കരിപ്പൂർ എയർപോർട്ടിലേക്കുള്ള ഫ്ലൈറ്റാണ് ഇനി കയറാൻ പോകുന്നത്. അപ്പോൾ നമ്മളിതാ അങ്ങനെ ഗേറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ലാസ്റ്റ് കോളായിരുന്നു. അങ്ങനെ നമ്മൾ എത്തി, പാസ്പോർട്ടൊക്കെ കൊടുത്തു. ബോർഡിംഗ് പാസ് ദമാമിൽ തന്നെ കിട്ടിയത് കാരണം ഇവിടെ പണിയൊന്നുമില്ല, ജസ്റ്റ് അവരൊന്ന് വെരിഫൈ ചെയ്തു, നമ്മളെ കയറ്റി വിട്ടു. ഇനി ദോഹയിൽ നിന്ന് നമ്മൾ കയറുമ്പോൾ ഫേസ് ഷീൽഡൊക്കെ വേണം. അപ്പം അവരതൊക്കെ തന്ന്, കുട്ടികൾക്ക് നല്ല കളർഫുള്ളായിട്ടുള്ള ഫേസ് ഷീൽഡായിരുന്നു. അപ്പം അവർ അത് കണ്ടപ്പോഴേ അവർക്ക് വെക്കാനൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമൊക്കെ ഉണ്ടായി. അങ്ങനെ നമ്മൾ ഫേസ് ഷീൽഡൊക്കെ വെച്ചിട്ട് ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാണ്. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിൽ കയറി ഒന്ന് സെറ്റിലായി, ഫ്ലൈറ്റ് ഫ്ലൈ ആവാനായിട്ട് തുടങ്ങി. ഇനി നമുക്കിതാ മീൽസൊക്കെ വന്നിട്ടുണ്ട്. ആദ്യം തന്നെ കിഡ്സ് മീലാണ് വന്നത്. അപ്പോൾ നല്ല കളർഫുള്ളായിട്ടുള്ള കിഡ്സ് മീൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പം കുട്ടികൾക്ക് എന്തായാലും കണ്ടപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ബാക്കി കഴിച്ചിട്ട് വലിയൊരു തൃപ്തി ഇല്ലെങ്കിലും കുറച്ച് നഗറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കാരണം അവർക്ക് വിശപ്പൊക്കെ മാറി. അങ്ങനെ നമുക്കും മീൽസൊക്കെ കിട്ടി. അങ്ങനെ നമ്മുടെ മീലൊക്കെ കഴിച്ചു. ഞങ്ങൾ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തു. അപ്പോഴേക്കും നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ട് എത്തിയിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ എയർപോർട്ടിൽ നിന്ന് തന്നെ ഒരു PCR ടെസ്റ്റ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോവുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മൾ പുറത്തിറങ്ങുന്നത്. അങ്ങനെ നമ്മുടെ PCR-ൻ്റെ സ്വാബൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് കാരണം തന്നെ നമ്മുടെ ലഗേജസൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ ലഗേജസൊക്കെ കിട്ടി. ഇനി നമ്മൾ നേരെ പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അച്ചുട്ടനായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്കിനി പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാം. അങ്ങനെ നമ്മൾ പുറത്തിറങ്ങുകയാണ്. ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. നാട്ടിലെത്തിയതിൻ്റെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. അങ്ങനെ അച്ചുട്ടൻ അവിടെ എത്തിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അവൻ നേരത്തെ എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങളെ പിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ അങ്ങനെ പുറത്തിറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ വേദുട്ടിന് വലിയ ഡൗട്ടുകളൊക്കെയാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ആ വോയിസ് കേൾക്കാം.
നമ്മൾ നാട്ടിലേക്ക് പോവാണ് മോനെ. അങ്ങനെ അതാ നമ്മൾ എയർപോർട്ടിൽ നിന്ന് വീട്ടിലേക്ക് പോവാണ് കേട്ടോ. നാട്ടിലത്തെ കാറ്റും ആ ഒരു മണവും എല്ലാം അടിക്കുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ്. ഞങ്ങൾ പുലർച്ചയ്ക്കാണ് നാട്ടിൽ എത്തിയത്. അങ്ങനെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ട് ഇനി അടുത്ത വീഡിയോസിലൊക്കെ കാണാം. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക കേട്ടോ. അപ്പോൾ അങ്ങനെ അതാ നമ്മൾ കോട്ടയ്ക്കലൊക്കെ എത്തിയിട്ടുണ്ട്. കോട്ടയ്ക്കൽ എന്ന് പറയുമ്പോൾ തന്നെ ഒരു വികാരമാണ്. നമ്മളെ നാടെത്തി. ഇനി നമ്മൾ കുറച്ച് മിനിറ്റുകൾക്കുള്ളിൽ തന്നെ വീട്ടിലെത്തും. അങ്ങനെ ദാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെ അച്ഛനും അമ്മയൊക്കെ അതാ റിസീവ് ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തിലാണ് എല്ലാവരും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരും. അതുവരേക്കും ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.